നമ്മുടെ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണ്. അതായത് നമ്മുടെ വീട് എങ്ങനെ നമുക്ക് കിടച്ചെന്ന് നമുക്ക് സ്റ്റോറി ഉണ്ടായാലോ. അപ്പം റെഡി സ്റ്റഡി ഗോ. ശംഭുച്ചേട്ടൻ എന്ത് കാലാവസ്ഥയാണല്ലേ. തണക്കിന് ഞാൻ അന്നേ പറഞ്ഞ ശംഭുച്ചേട്ടനോട് ഇതൊന്നും വേണ്ട, ഒരു കുഞ്ഞ് വീട് മേടിക്കുക. അല്ലെങ്കിൽ ഇപ്പം ശംഭുച്ചേട്ടന് വണ്ടി മേടിച്ചാലേ പറ്റത്തുള്ളൂ. ശംഭുച്ചേട്ടൻ്റെ ഒരു ഗ്യാങ് എന്തുണ്ടായി ഇപ്പം. ഗ്യാങ് നമ്മൾ രണ്ടെണ്ണം ഉണ്ട്. അയ്യോ കുറേ കേസ് പോയിട്ട് ഒരു ഇത് മണ്ണാങ്കട്ട പോലുമില്ല. വീട് ഉണ്ടായിരുന്ന വീട് വിറ്റ് കളഞ്ഞ്. അതൊക്കെ ഇപ്പോൾ എവിടെയാണ്. അതിന് ഒരു സൂപ്പർ കാർ മാർക്കറ്റ്, ആ കാർ മാർക്കറ്റിൽ നിന്ന് ഇതെടുത്ത്. എനിക്ക് ഷർട്ട് പോലുമില്ല. ശമ്പൂണ്ട് ഷർട്ടെങ്കിലും ഇല്ലല്ലോ ഉണ്ടല്ലോ. നമുക്കിപ്പോൾ ആരെങ്കിലും കുളിച്ച് വയ്ക്കാമല്ലോ. എന്തായാലും ഫോണുണ്ട് ഭാഗ്യം. എന്ത് നോക്കി 800 അല്ലെങ്കിൽ വേണ്ട പോ, അല്ലെങ്കിൽ വേണ്ട വിളിച്ച് നോക്കി, അല്ലെങ്കിൽ വേണ്ട പോ. വായ ചേട്ടാ കയറ്, ചേട്ടനെ കയറി സൂക്കറിനനുസരിച്ച് മാറണം നോക്കി കയറട്ടാ. എന്തുവാ ഇത് ഗ്ലിച്ചടിച്ചിരിക്കണം ഏട്ടാ, കയറി ഏട്ടാ. ഒന്നാമത് സമയമില്ല, നമുക്ക് വരെ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴെന്നുള്ള കേസുണ്ട്. നമുക്ക് കൊട്ടേഷൻ ശംഭുവിൻ്റെ ഒരു ഏരിയയിലേക്ക് തന്നെ പോകാം. അത് എങ്ങോട്ടായിരുന്നു ചേട്ടാ? ഇങ്ങനെയൊക്കെ നഷ്ടങ്ങൾ സംഭവിക്കുന്നു. ചേട്ടനൊന്നും പറയണ്ട, ഞാൻ അപ്പഴേ പറഞ്ഞാലും നഷ്ടം സംഭവിക്കുന്നു പറ്റിന പണിയാലെന്ന്. അതെ അതല്ല കുറച്ചും കൂടെ നേരെ കൂടാ ചേട്ടാ. എന്തിയ ഇവിടെ അല്ലേ അത് പുളി എഴുതല്ലേ ചേട്ടാ. നമ്മുടെ പുളി പിച്ചക്കാരനായിട്ട് വന്നിട്ട് ഇതുമില്ല. വണ്ടി ഷോ കാണിക്കാൻ മാത്രം എടുത്തുള്ളൂ. അതെ ഉണ്ടല്ലോ, അതെ ഇല്ല സാർ ഇയാൾ വിളിക്കും. ഇത് ഇവിടെ വല്ലതും ഉണ്ടോന്ന് നോക്കാം. ഇവിടെ വല്ല ഉണ്ടെങ്കിൽ ഉണ്ട്. കണ്ടോ എൻ്റെ അവസ്ഥ. ശംഭുച്ചേട്ടൻ കാരണം പറ്റിയതാ. അതെ അണ്ണ എന്തെങ്കിലും ഇതുണ്ടോ പരിപാടി? പരിപാടി നിങ്ങളെ തൊപ്പി നടക്കുമായിരുന്നു. നിങ്ങൾ പുതിയ കണ്ട സമയം കണ്ടല്ലോ. എന്തായിരുന്നു? RDF അങ്ങനെ പേരൊന്നും ഇട്ടിട്ടില്ല. ഞാൻ പേരൊന്നും കിടന്ന് കളയക്കണം അല്ല. എന്താ കാര്യം? അവിടെ കാര്യം വരുന്നു. ഒന്ന് നൈസായിട്ട് ബോംബുണ്ട് മിസൈലേ ഉള്ളണ്ട. എന്തെങ്കിലും ഇട്ടാൽ മതി. എന്താ എവിടെയുണ്ട? ഇവിടെ പോലീസ് സ്റ്റേഷൻ. എന്നിട്ട് ഒരു കൂടെയൊക്കെ തരണം. താങ്ക് യു ഉണ്ട്. അപ്പം എന്തിനാ മിസൈലുണ്ട്? മിസൈലിട്ടിട്ട് വേറെ സ്കീമൊന്നുമില്ലേ? മിസൈലിട്ടിട്ട് വേറെ സ്കീമെന്ന് വെച്ചാൽ എൻ്റെ കാർ മോഡിഫിക്കേഷൻ ചെയ്ത് വെച്ചിരിക്കണം. അവർ അടിച്ചു മാറ്റി അവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് എടുത്തിട്ടുണ്ട്. ഓക്കെ ഉണ്ട്, ഞങ്ങൾ വീട്ടിൽ വരാം. ചേട്ടാ കയറിയാട്ടെ. ഇവിടെ സമയം ഇല്ലാത്ത സമയത്ത് ചേട്ടൻ ഭരതനാട്യം വരുന്നു. ഞാൻ രണ്ടിടത്തിനെ കൊല്ലും. സോറിയുടെ ഞാനൊന്ന് സംസാരിച്ചിരുന്നു. അതൊന്നും ഇത്രയും തെറ്റാണ്. ഞാൻ സമയമില്ലാത്ത സമയത്ത് ഇവിടെ പോലീസ് സ്റ്റേഷൻ കണ്ടുപിടിക്കാൻ ഒരു ഗൂഗിൾ മാപ്പ് പോലും ഇല്ല. ഇന്ത്യ ഇവിടെ എങ്ങോട്ടല്ലേ? അത് തന്നെ ഭാഗ്യം. ലക്കിലി വി ഫൗണ്ട് പോലീസ് സ്റ്റേഷൻ. ഇനി പോലീസിൻ്റെ വാണ്ടഡ്. ജസ്റ്റ് അതിന് ചേട്ടന് വണ്ടിയൊന്നുമില്ലല്ലോ. മോഡിഫിക്കേഷൻ ചെയ്ത് കൊടുക്കണം, അതാണ് പറഞ്ഞത്. പക്ഷെ ഇത് ഇവിടെ വണ്ടി വർഷപ്പിൽ തന്നെയാണ്. ഓക്കെ സോറി സാർ. എടാ പോടാ. ഞാനിവിടെ വലിയ കാര്യം വീട്ടിൽ വരുമ്പോൾ അവൻ്റെ ഒക്കെ ഒരു വളിച്ച കോമഡി. നിന്നെയൊക്കെ ഞാൻ മിസ്സറിട്ട് പൂരിക്കാനാണ് വിളിക്കുന്നത്. എന്ത് പോടാ എന്താ വരാത്ത. അയ്യോ എന്നെ തിന്നാൻ പറഞ്ഞു. സമ്മതത്തെ തീർത്തുകൾ അവനൊക്കെ. വാവ് വാട്ട് എ നൈസ് സൗണ്ട്. ഇയാളുടെ അപ്പൂപ്പൻ്റെ 16 അടിക്ക് വരുവാണ് ഇങ്ങോട്ട്. ഇത്രയും കൊണ്ട് വണ്ടി വല്ലതും പോട്ടണമെങ്കിൽ മോനെ ചെള്ളയടിച്ചാൽ മുട്ടി. ആരടാ ഞാനല്ലോ എൻ്റെ വണ്ടി പൊട്ടിത്തെറിച്ചോ? ഇല്ല ഭാഗ്യം അവിടെ പോർക്കിയത്. മോനെ എൻ്റെ വണ്ടി വരെ പോയി ചെള്ള അടിച്ചു പൊട്ടിക്കും മോനെ. ചെള്ള നമ്മൾ പോലീസാണെന്ന് നോക്കത്തില്ല. ബീഫ് ഇറച്ചി അടിച്ചെടുക്കും. ചേട്ടാ കയറി ചേട്ടാ. അവിടെ ഒരു സീറൊക്കെ കഴിയട്ടോ. അവിടെ മാറി ചേട്ടാ അങ്ങോട്ട് വാ. അതല്ല പോയിട്ട് കഴിഞ്ഞിട്ടുള്ളൂ. എൻ്റെ പൊന്നി ചേട്ടാ ഞാനിവിടെ ചേസൊക്കെ ഇടാ. പോലീസിനെ കൊന്ന് എത്ര സ്റ്റാർ വരും? അയ്യോ ഗ്ലിച്ചടിച്ചു പോയി. അവനെ കൊന്നുകളേട്ടാ, അത്രേ ഉള്ളൂ. നീക്കോ വാടപ്പ കലയാ
മോനെ നിനക്ക് എന്താ സ്റ്റീലിൻ്റെ ഉണ്ടാക്കി വെച്ചിരിക്കണോ? ഇത് സൗത്ത് ഇന്ത്യൻ ആക്ട്രസ് ആണെന്ന് തോന്നുന്നത്. അവരിതുപോലെ തമ്പ് പോലെ ഇരിക്കുന്നത്. ഇവിടെ ഇതൊക്കെ എന്തുപോലെ മെറ്റിൽ വെച്ചുണ്ടാക്കിയിരിക്കണോ? ഇങ്ങനെയൊക്കെ നിൽക്കണം നിനക്കൊട്ടൊക്കെ വെട്ടം കളിക്കുന്നു. അയ്യോ ഒരാൾക്ക് പോലും കൊണ്ടില്ല. പക്ഷെ ഇതെന്ത് കഷ്ടമാണ്. നീ ഇടിച്ച് കേറ്റണ ഞാനിതൊക്കെ ഇതെന്താ ഈ വണ്ടി നിനക്ക് ഇതേ വഞ്ഞ അടുത്തുന്നില്ല. അത് അതിയത്ത് എൻ്റെ വഴിയൊന്നും ഇഷ്ടം പിടിച്ചു പോകണം. നാ മുമ്പിൽ പോടാ ഇനി വണ്ടി ആക്സിഡൻ്റ് ആയിട്ട്. അയ്യോ എൻ്റെ വണ്ടി പോലും ഇത് ശരി നിനക്കൊട്ടൊക്കെ തരാം. വെയിറ്റ് ഇവിടെ പോട്ടെ നോക്കുമ്പോൾ തലേ കയറി നിൽക്കണം. ചേട്ടാ വാ നമുക്ക് ഇച്ചിരി ചേസൊക്കെ ആവാം. ഉള്ളി വന്നപ്പോ റെഡി എണ്ണ കയറും നിന്റെ തലപതി. എണ്ണം കയറണ ഇച്ചിരി ചേസൊക്കെ ആവട്ടെ. ബാ ഒക്കെ കയറി നമുക്കിനി ചേസാകാം. ഉള്ളി വന്ന റെഡി എണ്ണ കയറി. അയ്യോ വണ്ടി പോട്ടെ ഒക്കെ. അയ്യോ വണ്ടി പൊങ്ങിഞ്ഞു തുടങ്ങി. ഓടിക്കുക ചേട്ടാ, ബ്രേക്കില്ല നമുക്ക് ചേട്ടാ. വണ്ടി പൊങ്ങിഞ്ഞു തുടങ്ങി. നമുക്ക് ആ വണ്ടി രക്ഷിക്കണം. ഇവരെ എവിടെ നിന്നാ വരുന്നേ? എൻ്റെ അമ്മ ഉദ്ദേശിച്ചില്ല ആദ്യം കേട്ടോ വരുന്നേ. ഇത്ര അടിപൊളി ചേസൊന്നും ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ വകയുന്ന കേട്ടോ. എൻ്റെ അമ്മ വണ്ടി പൊങ്ങിഞ്ഞു തുടങ്ങി. അതുകൊണ്ട് ഇച്ചിരി സീനൊന്നും കാണിക്കാനുള്ള സമയമില്ല. അതുകൊണ്ടാണ് പോലീസ് നമ്മളെ കണ്ട് ഭയന്നോടിന്ന് എനിക്ക് തോന്നുന്നത്. എൻ്റെ മോനെ ഇത് സിയവല്. ഈ പോലീസുകാർക്ക് ആരാടാ വെടിവെക്കാൻ പഠിപ്പിച്ചേ? പറന്നു പോ, ഞാൻ മാസ് കാണിക്കും. ഇപ്പം എങ്ങനെ പോലീസ് സ്റ്റാർ ഞാൻ വേണ്ടിട്ട് കളയേ? ഇപ്പം നമുക്ക് ഒരേ ഒരു വഴിയുള്ളൂ. ഗൈസ് ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, സബ് ചെയ്യാത്തവർ സബ് ചെയ്യുക. സപ്പോർട്ടാണ് ഗൈസ്. നമുക്ക് 30 സബ് അടിക്കണം. ഞാൻ ഈ മാസത്തിനുള്ളിൽ ഒരു 2 മാസം, അതായത് 2 മാസം ഉണ്ടല്ലോ, അതായത് ജനുവരി ഏതൊക്കെയോ അറിയത്തില്ല. ഇത് ഏത് മാസമാണെന്ന് പോലും എനിക്ക് അറിയത്തില്ല. അയ്യോ അടുത്ത 2 മാസം കഴിയുമ്പോഴേക്ക് നമുക്ക് 100 സബ് അടിക്കാൻ സഹായിക്കണം കേട്ടോ ഗൈസ്. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ ഒന്നും കഴിയത്തില്ല ഗൈസ്. ഇന്നത്തെ വീഡിയോ ഭയങ്കര ബോറാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടല്ലോ. എനിക്കും തോന്നിയില്ല. ഇത് ഭയങ്കര ബോറായിട്ടുണ്ട്. അയ്യോ വണ്ടിക്ക് പറയില്ല. ഇവിടെ മോറ് നിൽക്കണ ചീലേഴ്സ്. പോടാ ഇവിടെ എങ്ങനെയാടാ? എന്തൊക്കെ സംഭവിച്ചിട്ട് ഞാൻ ഏറ്റവും അവസരം ഇവിടെ തന്നെ വന്നല്ലോ. ലൈക്ക് അടിക്കുക. എൻ്റെ ഇന്നത്തെ ആക്ഷനൊക്കെ കാണില്ലേ? അടിച്ച് കേറ്റ് ഗൈസ്. 2 ദിവസം നമ്മുടെ ലീവ് ഡേ അല്ലേ ഗൈസ്. വണ്ടി ഒന്ന് നൈസായിട്ട് ആക്സിഡൻ്റ് ആയി. ഇപ്പം പുറകോട്ട് എടുക്കാൻ കിടന്ന് നഷ്ടപ്പെടുക. ഇവിടെ എൻ്റെ വണ്ടി എത്തിച്ചത് ഞാൻ കൊല്ലും. എൻ്റെ അമ്മ ഒന്നാമതുള്ളൊരു വണ്ടിയാണ്, അതേ ഉള്ളൂ. വണ്ടി കത്തിക്കൊണ്ടിരുന്ന പൊകഞ്ഞുകൊണ്ട് വെള്ളത്തിൻ്റെ അകത്ത് കയറ്റേണ്ടി വരുമോ? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആദ്യം ഇട്ടോ ഞാൻ ഇത്രയും മാസമൊക്കെ കാണിച്ചിട്ടൊരു ഡ്രൈവ്. എൻ്റെ പോലീസുകാർ പോണു. പോലീസുകാർ പോയി നമുക്ക് ഉദ്ദേശിക്കുന്നൊന്നും വേണില്ല. പോലീസ് സ്റ്റോപ്പിലുണ്ടേ, അതാണ് സീൻ. കറക്റ്റ് ടൈമിങ്ങിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. കണ്ട കൈസ് കണ്ട എൻ്റെ കഴിവ്. ഞാൻ കഴിവതല്ലേ എന്താണ് വളരെ വണ്ടി പൊക്കഞ്ഞു പോയി കൈസ്. വണ്ടീൻ്റെ എഞ്ചിനൊന്നും സ്പീഡ് കിട്ടുന്നില്ല. നമുക്ക് കത്തിച്ചാലോ? വണ്ടി കത്തിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഞാൻ ഇപ്പോൾ മിസൈലോട്ട് കൂട്ടിയും ഈ സ്ഥലം കണ്ണൻ്റെ അടുത്ത് പോകാം. എന്നിട്ട് അണ്ണൻ ആ ബൈക്ക് എവിടെയാണ് ആ ബൈക്ക്? അണ്ണൻ്റെ അറിയുമ്പോൾ ഇല്ല. അണ്ണനെന്ന് പറയുമ്പോൾ ഇല്ല. നമുക്കൊന്ന് ഒരു പണിയാണ്. പോലീസ് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് വെച്ചാൽ പോലീസ് നമ്മൾ കയറി ചോദിക്കുന്നതാണ്. പോലീസ് 1 സ്റ്റാറൊക്കെ പോയി, അതുകൊണ്ട് ചെയ്യുന്നില്ല. അണ്ണൻ വരുന്നുണ്ടോ? അണ്ണൻ അവനെ ഡീൽ ചെയ്യും. നമുക്ക് ഈ വണ്ടി മോഡിഫിക്കേഷൻ ചെയ്തിട്ട് അണ്ണന് കൊണ്ടുപോയി കൊടുക്കാം. ഇങ്ങോട്ട് പൈസയും മേടിക്കുക, അത്രയേ ഉള്ളൂ. ശമ്പുച്ചേട്ടൻ എങ്ങനെയെങ്കിലും സ്ഥലത്ത് വന്നോളൂ. ശമ്പുച്ചേട്ടൻ ആരാ മോൻ? നമ്മളെ അങ്ങ് എൻ്റെ പുറകെ GPS വെച്ച് പോലെ ശമ്പുച്ചേട്ടൻ വരുന്നത്.
ഈ അംബാസിഡർ എങ്ങനെ ബ്ലാക്ക് അംബാസിഡർ വൈറ്റ് അംബാസിഡർ ആക്കുമെന്ന് എനിക്ക് ഒരു പിടിയില്ല. ഇത് പോണാ ഇപ്പോൾ നമ്മുടെ ലൊക്കേഷനൊക്കെ കറക്റ്റാണ്. പക്ഷേ ഓടിക്കാനൊരു സ്കില്ല് വേണം കരിയറുടെ മക്കളെ. നിനക്കൊക്കെ എന്തെങ്കിലും ടാലൻ്റ് ഉണ്ടോടാ കൊണ്ടേ എന്തൊക്കെ ആരെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ടോ ഗൈസ്? എന്നാൽ നിങ്ങൾക്കൊരു ഗൈസ് ജലദോഷമാണ് ഗൈസ്. പറഞ്ഞേക്ക് നിങ്ങൾ മരിക്കാനിരിക്കുക. അപ്പം ഇതെന്താ കഫക്കെട്ട് ഇടയ്ക്ക് കയറി വരുന്നേ? നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മടുത്തു, നിങ്ങളെക്കൊണ്ട് ഒരു കുണയ്ക്കും കൊള്ളത്തില്ല എന്നാൽ ആരെങ്കിലും പറയുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് കണ്ടൊരു ആനിമയാണ് നറൂട്ടോ. മോനെ ഒരു കറക്റ്റ് എൻ്റെ ഒരു ഒന്നും പറയാനില്ല. അതൊക്കെ എന്ന് വെച്ചാൽ കണ്ടറിയേണ്ട സാധനമാടാ. അത് ഞാൻ കാണണമെന്നൊക്കെയാണ്. ഞാൻ ആദ്യം ഇതൊക്കെ ഈ നറൂട്ടോ എന്ത് ബെസ്റ്റ് ആനിമെന്ന് വെച്ചാൽ ഡ്രാഗൺ ബോൾസ് ആണെന്ന് പറഞ്ഞിരുന്ന എന്നെ വരെ ഒറ്റ മിനിറ്റ് കൊണ്ടൊന്നും ഇത് മാറ്റിക്കളഞ്ഞേ. പക്ഷെ എനിക്കിപ്പോഴും ഇഷ്ടം ഡ്രാഗൺ ബോൾസാ. ആ കളറൊക്കെ ഇതിങ്ങനെ കൂട്ടിട്ട് ഇങ്ങോട്ട് വേണം കയറാം. ഇങ്ങോട്ട് കയറ്റി ഗൈസ്. എങ്ങനെയുണ്ട് വണ്ടി? ഞാൻ മോഡിഫിക്കേഷൻ ചെയ്തിറക്കി ഗൈസ്. പറഞ്ഞേക്ക് നമ്മളങ്ങനെ കാണേണ്ട ഒരു ആനിമയാണ്. എനിക്കിപ്പോഴും ഡ്രാഗൺ ബോൾസ് ഒക്കെ ഇഷ്ടമാണ്. പക്ഷേ ഒരു മസ്റ്റ് വാച്ച് ആനിമയാണ്. ഇതൊക്കെ കാരണമാണ് ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തിയാലെന്ന് കരുതിയത്. പക്ഷേ ഞാനിപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് നറൂട്ടോ ഗൈസ്. അണ്ണൻ എവിടെയാണ്? മൂർത്തിക്കാട് വണ്ടി ഇത് വട്ടി കയറും വണ്ടി ഇത്. അയ്യോ ഇതെന്താ ഈ വണ്ടി ഇടുന്നത്? നിർത്തി ഡാൻസ് കളിക്കണോ? പിന്നെ സ്മോക്ക് നമ്മളൊന്ന് അഡ്വാൻസ് ചെയ്തായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ അണ്ണൻ അവിടെ പോയിരിക്കും അമ്മായി. മറ്റേ അണ്ണനെ തപ്പി ഈ അണ്ണനെ കാണുന്നതായിരുന്നു. നിനക്കത്ര എൻ്റെ വണ്ടീൻ്റെ മണ്ടക്കൂടെ കയറി പോകണമെന്നുണ്ടോ കൊണ്ടേ ഗൈസ്? നമുക്ക് അണ്ണൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടു കൊടുക്കാം. എന്നിട്ട് പൈസയും മേടിച്ചിട്ട് നമുക്ക് നാടുവിടാം. അല്ലെങ്കിൽ വേണ്ട, നമുക്ക് അണ്ണനെ തപ്പി കണ്ടുകൂടി കാലൊക്കെ വേണ്ട. അതല്ലേ വീട് അണ്ണൻ എവിടെയെങ്കിലും എടുത്തതിൽ കാണും എൻ്റെ ബച്ചാരെ. ഗൈസ് അതേ പറഞ്ഞു കാണിച്ചു തരാമേ. ഞാനെടുത്തേ ചെയ്ത പരിപാടിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. നീ കള്ളവണ്ടി എടുത്ത് മാറ്റണം. എൻ്റെ ടാറ്റ തന്നെ ചെയ്യാടാ. എന്തേ ടാറ്റ തന്നെ ചെയ്യോ? സാറ് എനിക്ക് വണ്ടി ഇഷ്ടപ്പെട്ടു. എന്തായാലും നീ ഒരു കാര്യം ചെയ്യും, പൈസ എടുത്തിട്ട് നോക്കാം. താങ്ക്സ് അണ്ണാ. വീട് വീട് നിങ്ങളെടുത്തോ? താങ്ക്സ് അണ്ണാ. ഗൈസ് അപ്പോൾ നമ്മൾക്ക് ശമ്പണ്ണനെ വിളിച്ചിട്ട് പോവാം. ശമ്പണ്ണൻ എവിടെ പോയി? അണ്ണൻ ഈ ഊര് വല്ല ചുറ്റുണ്ടായിരിക്കും. നമുക്ക് അവിടെ നമ്മുടെ വണ്ടി കൊണ്ടുവിടാനൊക്കെ ആളുണ്ടെന്ന് പറഞ്ഞേ. നമുക്ക് അണ്ണനെ നമ്മളെ പിടിച്ച് നമ്മൾ പറഞ്ഞതൊക്കെ പക്ഷേ അണ്ണൻ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടല്ലോ. അതുകൊണ്ട് അവിടെ നിൽക്കണം അംബാസിഡർ ആരാ? ഇവരുടെ ആരെങ്കിലുമൊക്കെ വണ്ടി അടിച്ച് മാറ്റിയിട്ട് നമുക്കങ്ങ് പോവാം. ഈ അംബാസിഡർ നമ്മുടെ ഹിസ്റ്ററി കാണത്തില്ല. ഇതൊക്കെ അവിടെ അങ്ങോട്ടെങ്കിലും ചേട്ടാ അപ്പുറത്ത് തന്നെ എടുത്തോ. എനിക്ക് അപ്പുറത്ത് തന്നെ നടക്കാൻ വയ്ക്കുക. കാര്യം തന്നെയാണ്. ഇതിനകത്ത് ചൂറ്റിയാണ് എടുക്കുക. കാരണം അത് തുറച്ചു പോയത് ബസ് ചാട്. എനിക്ക് രണ്ട് ചേട്ടൻ അങ്ങോട്ട് കയറി പോ. ഗൈസ് ഈ വീട് നമ്മുടെ വീടേ. നമുക്ക് ഷർട്ടൊക്കെ മാറിയിട്ട് വരാം. ഗൈസ് ഈ ഷർട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പം ഇങ്ങനെയാണ് ഗൈസ് എനിക്ക് എൻ്റെ ആ വീട് കിട്ടിയത്. മനസ്സിലായോ? ആ വീടല്ലേ ഈ വീട്. അപ്പം പറഞ്ഞാൽ ശമ്പുച്ചേട്ടൻ ഇവിടെ പോയി. ശമ്പുച്ചേട്ടൻ മാർക്കറ്റിൽ പോയാണല്ലോ. ഈ ശമ്പുച്ചേട്ടനെ വീണ്ടും പോലീസ് വീട് ചർച്ച ചെയ്തോ? അതറിയാൻ വേണ്ടി സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ടാറ്റ ബൈ ബൈ. അയ്യോ നമ്മുടെ ജീപ്പ് എടുത്തിട്ടാ പോയെ കോപ്പ്. അടിപൊളി.